എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിലത്തെ റെക്കോർഡ് ക്ലോസിങ്ങിന് ശേഷം നിഫ്റ്റിയും സെൻസെക്സും ഈ ആഴ്ചയിലും പുതിയ റെക്കോർഡ് ഹൈകൾ ഹിറ്റ് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്കൊക്കെ റെക്കോർഡ് ഹൈകൾക്ക് അടുത്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്ത്. ഏഷ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. നമ്മുടെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് അതുപോലെ തന്നെ മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റിൽ Q2 റിസൾട്ടുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് S&P 500-ലുള്ള 61% കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതുവരെ മാഗ്നിഫിസൻറ്റ് 7 എന്ന് പറയുന്ന 7 ടെക് കമ്പനികളാണ് നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ അവിടെ ചിത്രം മാറിയിരിക്കുന്നു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് കമ്പനികളെല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഒരു ബ്രോഡ് ബ്രേസ്ഡ് റാലിയാണ് അമേരിക്കയിൽ കാണുന്നത്. അത് തന്നെ വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഈ മാസം 17-18 തീയതികളിൽ US ഫെഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ കൊടുക്കും. ഇത് തീർച്ചയായിട്ടും അമേരിക്കയിലെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് കമ്പനികൾക്കാണ് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് നമുക്ക് അമേരിക്കൻ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ മാർക്കറ്റിന് പോസിറ്റീവാണ്. ഇന്ത്യൻ മാർക്കറ്റിന് പ്രത്യേകിച്ച് പോസിറ്റീവാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചെറിയ ഒരു റോഡ് ബ്ലോക്ക് ആയിട്ട് വരാവുന്നത്. പക്ഷെ അത് വഷളാവാതിരിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് Q1 റിസൾട്ടുകൾ നമ്മുടെ ഈ ധനകാര്യ വർഷത്തെ Q1 റിസൾട്ടുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പം നമ്മുടെ Q1 GDP അനൗൺസ്മെൻറ്റും കഴിഞ്ഞു. GDP സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. 6.7% എല്ലാവരും 7.1% മുകളിലാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. ഇത് ഗവൺമെൻറ് പറയുന്നത് ഇലക്ഷൻ കാരണം ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ടായിട്ടില്ല, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്നാണ്. തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. എന്നിരുന്നാലും സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. മാർക്കറ്റിന് അത് കാര്യമായിട്ട് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് റെഗുലേറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ധാരാളം സ്റ്റിഫ് മെഷേഴ്സൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ആദ്യത്തെ മെഷർ തന്നെ വന്നിട്ടുണ്ട്. F&O സെഗ്മെൻറ്റിലെ എൻട്രി എക്സിറ്റ് ഒക്കെ വളരെയധികം സ്ട്രിഞ്ചൻ നോമിലേക്ക് മാറ്റാണ്. ഈ പുതിയ റൂൾ പ്രകാരം 80 പുതിയ സ്റ്റോക്കുകൾ F&Oയിലേക്ക് ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ 10-20 സ്റ്റോക്കുകൾ F&O സെഗ്മെൻറ്റിൽ നിന്ന് ഔട്ടായേക്കാം. ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഈ 80 സ്റ്റോക്കുകളിൽ ഒട്ടുമിക്കവാറും സ്റ്റോക്കുകളെല്ലാം തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ F&Oയിൽ എൻട്രി വരുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത 1-2 വർഷത്തിനുള്ള ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല പെർഫോമൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണുള്ളത്. ഒപ്പം F&O സെഗ്മെൻറ്റിൽ ടൈറ്റനിയം മെഷറിൻ്റെ ഭാഗമായിട്ട് കോൺട്രാക്ട് സൈസൊക്കെ കൂട്ടുന്ന തീരുമാനം ഒരുപക്ഷെ ഈ മാസമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Q1 റിസൾട്ടുകൾ സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ കഴിഞ്ഞ മാസത്തെ സെയിൽസ് ഫിഗർ മാരുതിയുടെയും അതുപോലെ തന്നെ ടാറ്റ മോട്ടേഴ്സിൻ്റെയും TVS മോട്ടേഴ്സിൻ്റെയും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ മാരുതി സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്റ്റേഷനാണ്. ടാറ്റ മോട്ടറാണ് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് വന്നിരിക്കുന്നത്. TVS മോട്ടേഴ്സ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിലൊക്കെ അതാത് ഫിഗേഴ്സിനനുസരിച്ചുള്ളൊരു സെൻറ്റിമെൻ്റൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. മിക്കവാറും TVS മോട്ടേഴ്സ് ഒക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ നാളെയൊക്കെ പുതിയ മറ്റ് കമ്പനികളിലും ഓഗസ്റ്റ് മാസത്തെ സെയിൽസ് ഡാറ്റയൊക്കെ പുറത്തു വിടും. അതിനനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റാണ് നമ്മൾ ഈ ആഴ്ച മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. പോസിറ്റീവ് ബയാസ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ ഫാക്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് എല്ലാം തന്നെ വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ഒക്ടോബർ
ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ പുറത്തു വരാൻ പോകുന്ന 2 അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ റിസൾട്ട് ആണ്. അതോടൊപ്പം തന്നെ നവംബറിൽ നമുക്ക് US പ്രസിഡൻഷ്യൽ ഇലക്ഷനും അതുപോലെ തന്നെ മറ്റു 2 അസംബ്ലി ഇലക്ഷനൊക്കെ വരാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻസ് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കറ്റ് ഡിസ്കൗണ്ടിങ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ പോകുന്ന ഒരു പക്ഷേ ഷുഗർ സെക്ടറിനായിരിക്കാം. കാരണം ബ്രസീലാണ് ലാർജസ്റ്റ് ഷുഗർ പ്രൊഡ്യൂസറും എക്സ്പോർട്ടറും ഒക്കെ. ബ്രസീലിൽ 40 വർഷത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും വേഴ്സ്റ്റ് ഡ്രോട്ടാണ് വന്നിരുന്നത്. ഷുഗർ കെയിനൊക്കെ ധാരാളം ഷുഗർ ഫാംസൊക്കെ കത്തിപ്പോയിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഷുഗർ പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്, എക്സ്പോർട്ടും കുറയും. അപ്പോൾ ഇന്ത്യൻ ഷുഗർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിന് എഥനോൾ പ്രൊഡക്ഷന് വേണ്ടി ആദ്യം ഷുഗർ കെയിനൊക്കെ കൺട്രോൾ ചെയ്തിരുന്നു. ആ കൺട്രോൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷുഗർ കമ്പനികളെ സംബന്ധിച്ച് ഇന്ത്യയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു പക്ഷേ അപ്രീസിയേഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് മുൻനിര കമ്പനികളായിട്ടുള്ള ബൽറാംപൂർ ചിനി, EID പാരി, രേണുക ഷുഗറൊക്കെ നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസാണ്. ഒപ്പം ഈ ന്യൂസ് എല്ലാം തന്നെ ലിക്കർ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. എഥനോൾ പ്രൊഡക്ഷനും മറ്റ് റിലേറ്റഡ് സംഗതികളൊക്കെ ലിക്കർ റിലേറ്റഡ് പ്രൊഡക്ഷനെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ട്രെൻഡ് നമ്മുടെ തന്നെ റെക്കമെൻഡഡ് സ്റ്റോക്കാണ്. റെക്കോർഡ് റാലി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസം ദുബായിൽ അവരുടെ പുതിയ ഒരു ഷോറൂമും കൂടി ഓപ്പൺ ചെയ്യാണ്. ഫസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഔട്ട്ലെറ്റാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതും ഔട്ട് പെർഫോം ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ഒപ്പം അടുത്ത മാസങ്ങളിൽ ഒരു പക്ഷേ സ്റ്റാർ ബസാർ, ഇപ്പോൾ ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റാണ്. ട്രെൻഡിൻ്റെ അണ്ടറിലുള്ള സൂപ്പർ മാർക്കറ്റുകളാണ്. അത് അക്രോസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വരുന്നു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ ടെക്സ്റ്റൈൽ ഡിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടാറ്റയുടെ ട്രെൻഡും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ റിലയൻസ് ട്രെൻഡ് അണ്ടർ പെർഫോം ചെയ്തിരിക്കുകയാണ് ടാറ്റയുടെ മുമ്പിൽ. അപ്പോൾ ട്രെൻഡാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. കാരണം റീറ്റെയിൽ സെഗ്മെൻറ്റിൽ ട്രെൻഡ് ഒരു ഇവൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സിറ്റികളും ഏത് ടയർ 2 ടയർ 3 സിറ്റികൾ ചെന്ന് കഴിഞ്ഞാലും ട്രെൻഡിൻ്റെ ഷോറൂമുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഫുട്ഫാൾസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സെയിൽസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് ഓവറോൾ വീണ്ടും റാലി ചെയ്യാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം ഡാറ്റാ സെൻറ്റർ ബിസിനസ്സാണ് ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല പോഡ്കാസ്റ്റുകളിലും മുമ്പ് പറഞ്ഞിട്ടുള്ള തന്നെയാണ്. ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ബോം ചെയ്യാൻ പോകുന്ന ഡാറ്റാ സെൻറ്റർ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുമ്പോൾ കൂളിംഗ് സൊല്യൂഷൻസ് വേണം, പവർ വേണം, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ റിലേറ്റഡ് എക്യുപ്മെൻറ്റുകൾ വേണം, പവർ എക്യുപ്മെൻറ്റുകൾ വേണം, ട്രാൻസ്ഫോർമറുകളൊക്കെ വേണം. അപ്പോൾ ഈ റിലേറ്റഡ് സെക്ടറുള്ള എല്ലാ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡാറ്റാ സെൻറ്റർ എലോൺ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത് E2E നെറ്റ്വർക്ക്, അനന്തരാജ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ടെക്നോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബ്ലാക്ക് ബോക്സ് പഴയ AGC നെറ്റ്വർക്കാണ്, SR ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ ഇതിന് അനുബന്ധമായിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന ഹിറ്റാച്ചി, അതുപോലെ തന്നെ ക്യുമിൻസ്, CG പവർ, ഇത്തരത്തിലുള്ള കമ്പനികളിൽ കിർലോസ്കർ ഓയിൽ എൻജിൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതുപോലെ ഇവരൊക്കെ ജനറേറ്റർ ഉണ്ടാക്കുന്ന കമ്പനികളാണ്. ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന മറ്റെല്ലാ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കേബിൾ, ഹൈ ടെൻഷൻ കേബിളുകൾ ഉണ്ടാക്കുന്ന KEI ഇൻഡസ്ട്രീസ്, KEC ഇൻഡസ്ട്രീസ്, പോളികാബ്, ഡയമണ്ട് പവർ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ AC മാനുഫാക്ചറേഴ്സ് ആയ വോൾട്ടാസ്, BL, ജോൺസൺ, അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് പവർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഇതിൽ പ്രമുഖമായിട്ടുള്ളൊരു കമ്പനി കൂടിയാണ് സ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ ഇപ്പോഴത്തെ അസസ്മെൻറ്റ്, ഇപ്പോഴത്തെ ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന അടുത്ത വർഷങ്ങളിൽ ഇന്ത്യയിലത്തെ മാർക്കറ്റ് ഷെയർ ഇൻഡസ്ട്രിയൽ ഓട്ടോമോഷനിലൊക്കെ 25% ആയിട്ട് ഉയർത്തണം എന്നാണ്. ഇപ്പോൾ 10% ഉള്ളൂ. അപ്പോൾ സ്നൈഡർ ഇലക്ട്രിക്കിനെ സംബന്ധിച്ചും ഇത് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ സെക്ടർ ഷെയറുകളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ കൂടുതൽ അട്രാക്ഷൻ ആവാൻ പോകുന്നത് ഗോയിങ് ഫോർവേഡ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാലക്കാട് സെൻട്രൽ ഗവൺമെൻറ് ടൗൺഷിപ്പ് വരികയാണ്. അതിലേറ്റവും കൂടുതൽ ആ ടൗൺഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കാൻ പോകുന്നത് റബ്ബർ റിലേറ്റഡ് ഇൻഡസ്ട്രികൾക്കാണ്. അതുകൊണ്ട് തന്നെ
റഫിലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആവാൻ പോകുന്നത്. റഫില ഇൻ്റർനാഷണൽ നമ്മൾ ഓൾറെഡി ക്ലയൻസിനൊക്കെ റെക്കമെൻഡ് ചെയ്തിരുന്ന ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒപ്പം പ്രൈം മിനിസ്റ്റർ ഇന്ന് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, സൈബർ സെക്യൂരിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ റെക്കമെൻഡ് സ്റ്റോക്കുകളുണ്ട്, നമ്മൾ തന്നെ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ട് സ്റ്റോക്കുകളാണ് ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ NSE SME സെഗ്മെൻറ്റിലെ ടാക് ഇൻഫോസെക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് 70% റിട്ടേൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്വിക്ക് ഹീൽ. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസാണ്. ഒപ്പം സൈലൻ്റായിട്ട് സൈബർ സെക്യൂരിറ്റി രംഗത്തേക്ക് കടന്നിട്ടുള്ള കമ്പനിയാണ് 63 മൂൺസ്. അവരുടെ അണ്ടറിലുണ്ടായിരുന്ന ഒഡിൻ സോഫ്റ്റ്വെയർ ഒക്കെ സ്ലം സെയിൽ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ 63 മൂൺസിന് പ്യുവർലി സൈബർ സെക്യൂരിറ്റിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിരുന്ന കമ്പനികളാണ്, അത് ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് 63 മൂണും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിഫൻസ് റെയിൽവേ സ്റ്റോക്കുകളൊക്കെ ബഡ്ജറ്റിന് ശേഷം നല്ല രീതിയിൽ കറക്ഷനൊക്കെ നേരിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിന്നങ്ങോട്ട് വലിയ രീതിയിലുള്ള താഴ്ചയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, മറിച്ച് നല്ല രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ തന്നെയാണ്. വലിയ ബിഗ് ബാങ് റാലിയൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. ഫണ്ടമെൻ്റൽസിനനുസരിച്ചുള്ള അപ്വേർഡ് മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, HAL, അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, അതുപോലെ ഡാറ്റ പാറ്റേൺസ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വീണ്ടും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും. ഒപ്പം SME സെഗ്മെൻറ്റ് നമ്മൾ സെലക്റ്റീവായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഈ ആഴ്ച ലിസ്റ്റിംഗ് വരികയാണ്. ഇന്ത്യ ഫോസ്ഫേറ്റ്സ്, അതുപോലെ തന്നെ JB ലാമിനേഷൻസ്, അതുപോലെ തന്നെ പ്രീമിയർ എനർജീസ്. ഓൾമോസ്റ്റ് 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളതാണ്. ലിസ്റ്റിംഗിൽ 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമ്പോൾ ഒരിക്കലും അത് ഓടിച്ചാടി വാങ്ങുമൊന്നും വേണ്ട. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഗെയിനൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഫർദർ ഫണ്ടമെൻ്റലനുസരിച്ച് മാത്രമാണ് ഈ സ്റ്റോക്കുകളൊക്കെ മുന്നേറുള്ളൂ. ഒപ്പം നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള SME സെഗ്മെൻറ്റിലുള്ളൊരു സ്റ്റോക്കാണ് ബീറ്റാട്രിക്സ്. ഓൺകോളജി പോർട്ട്ഫോളിയോ ആണ് ഇവരുടെ. എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. എപ്പോൾ വേണമെങ്കിലും NSE മെയിൻ ബോർഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടേക്കാം. ബീറ്റാട്രിക്സും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസസ് ഉള്ള കമ്പനികളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, പുതിയ മ്യൂച്വൽ ഫണ്ട് പ്രൊഡക്റ്റുകളൊക്കെ വരികയാണ്. നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് വീണ്ടും ഈ കമ്പനികളൊക്കെ മുന്നേറാനുള്ള ചാൻസാണ്. HDFC AMC, അതുപോലെ തന്നെ UTI AMC, ബിർള സൺ ലൈഫ് AMC, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ആണ്. ടേം ഇൻഷുറൻസുകളൊക്കെ ഉള്ള GST ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഗവൺമെൻറ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഡുവൽ ലൈസൻസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേറ്റവും ടോപ്പ് പിക്കായിട്ട് നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് SBI ലൈഫാണ്. അത് കഴിഞ്ഞാൽ HDFC ലൈഫ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ LIC, ICICI പ്രൂ ലൈഫൊക്കെ ഈ രംഗത്തും അടുത്ത മാസങ്ങളിലൊക്കെ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള കമ്പനികളാണ്. ഒപ്പം നമ്മൾ ബഡ്ജറ്റിലെ ബെനിഫിഷ്യറീസ് ആയിട്ട് പറഞ്ഞുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് കമ്പനി NIT ലിമിറ്റഡ്, NIT ലേണിംഗ് സൊല്യൂഷൻസ്, ക്വസ്റ്റ് കോർപ്പറേഷൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്ന ക്വസ്റ്റ് കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞതിന് ശേഷം വലിയ രീതിയിലാണ് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളത്. അതും ഡീമർച്ച് ചെയ്യാൻ പോവാണ്. 3 കമ്പനികളായിട്ട് മാറുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ടീം ലീസ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ, നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ ഡീറ്റെയിൽസൊക്കെ അശ്വിനി വൈഷ്ണവ് പുറത്തുവിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്റർ. എക്സലൻറ്റ് ഫീച്ചേഴ്സാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. 11 AC 3 ടയർ കോച്ചുകൾ, അതുപോലെ തന്നെ 4 2 ടയർ AC കോച്ചുകൾ, ഒരു AC ഫസ്റ്റ് ക്ലാസ് കോച്ചുകൾ അടക്കം 16 കോച്ചുകളാണ് ഉള്ളത്. 611 പേർക്ക് സെക്കൻഡ് AC 3 ടയറിലും, 188 പേർക്ക് 2 ടയർ ACയിലും, 24 പേർക്ക് ഫസ്റ്റ് ക്ലാസ് ACയിലും ട്രാവൽ ചെയ്യാം. 160 കിലോമീറ്ററാണ് പെർ അവർ. മാക്സിമം സ്പീഡ് പറഞ്ഞിട്ടുള്ള USB ചാർജിങ്, റീഡിംഗ് ലൈറ്റ്, ഇത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. AC ഫസ്റ്റ് ക്ലാസ്സിൽ ഹോട്ട് വാട്ടർ അടക്കം, ഹോട്ട് ഷവർ, ഇങ്ങനെ വേണ്ടിയുള്ള ഹോട്ട് വാട്ടർ അടക്കം കിട്ടുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ലഗേജ് റൂമുണ്ട്, സ്പേഷ്യസ് ആയിട്ടുള്ള ലഗേജ് റൂമുണ്ട്. വളരെ നല്ലൊരു ഡിസൈനും കൂടിയാണ്. ഇൻ്റർനാഷണൽ ഡിസൈനൊക്കെ മാറി നിൽക്കും. നമ്മുടെ ഭാരത് എർത്ത് മൂവേഴ്സാണ് ഈ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ, ട്രെയിനുകൾ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കാണ്. നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞു.
ഫർദറും വന്ദേ ഭാരത് സ്ലീപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് BEMൽ വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ഒപ്പം ഡയറക്ടറേറ്റ് ഓഫ് മറൈൻ എഞ്ചിനീയർ നേവിയുടെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. മറൈൻ റിലേറ്റഡ് എക്യുപ്മെൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും സർവീസ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും അടങ്ങിയിട്ടുള്ളൊരു MOU ആണ്. അപ്പോൾ BEMLനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അടുത്ത മാസങ്ങൾക്ക് ഉള്ളിൽ, അടുത്ത 2-3 മാസങ്ങൾക്കുള്ളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ രംഗത്തുള്ള മറ്റ് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ജൂപ്പിറ്റർ വാഗൺസ് ഉണ്ട്, ടെക്സ്മാക്കോ റെയിൽ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചും ഈ റെയിൽവേ ന്യൂസ് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ബോണസ് ഇഷ്യൂൻ്റെ ആയിരുന്നു NBCC 1:2 റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു PSU കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഡൽഹിയിലൊക്കെ അവരുടെ ലക്ഷറി പ്രോജക്റ്റുകളൊക്കെ ഹോട്ട് കേക്കാണ്. വലിയ അട്രാക്ഷനാണ് ഈ കമ്പനിയുടെ പ്രോപ്പർട്ടികളൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും NBCCനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ റെയ്മണ്ടിൻ്റെ ഡിമർജറിന് ശേഷം വന്നിട്ടുള്ള റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉണ്ട്. കാരണം ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലത്തെ ക്രൈസിസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം ഓർഡേഴ്സ് ഇന്ത്യയിലേക്ക് വരികയാണ്. അതിലൊരു ബെനിഫിഷ്യറിയും കൂടിയാണ് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ്. ഒപ്പം എക്സിസ്റ്റിംഗ് റെയ്മണ്ട് വീണ്ടും ഡിമർജർ കാൻഡിഡേറ്റ് തന്നെയാണ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1:1 റേഷ്യോയിൽ റിയൽ എസ്റ്റേറ്റ് ഡിവിഷനും കൂടി ഡിമർജ് ചെയ്യാണ്. ബാലൻസ് റെയ്മണ്ടിൽ വരാൻ പോകുന്നത് ഡിഫൻസ്, അതുപോലെ തന്നെ എയറോസ്പേസ്, ഓട്ടോമൊബൈൽ, സ്പേസ് സംബന്ധിച്ചുള്ള ഡിവിഷൻസ് ആണ്. അതും ഭാവിയിൽ ഡിമർജ് ചെയ്യാൻ സാധ്യതയുള്ള എൻറ്റിറ്റികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും റെയ്മണ്ടിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസുകൾ തന്നെയാണ് മാർക്കറ്റിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. ഗുജറാത്ത് ഗ്യാസ് ഒരു മെർജറും ഡിമർജറൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ നെറ്റ് ലിമിറ്റഡ് ഗുജറാത്ത് ഗ്യാസ് ആയിട്ട് മെർജ് ചെയ്യാണ്, മറ്റ് സബ്സിഡികൾ മെർജ് ചെയ്യാണ്. ഒപ്പം ഒരു ഡിമർജറും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ അടുത്ത 1 ഇയർ കാത്തിരിക്കണം. എന്നിരുന്നാലും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് പൊതുവെ ഈ ഗ്രൂപ്പ് ഷെയർസിന് നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ലിസ്റ്റഡ് എൻറ്റിറ്റിയായ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ നെറ്റ് ലിമിറ്റഡിനും ഗുജറാത്ത് ഗ്യാസിനെ സംബന്ധിച്ചും ഇത് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഡാറ്റാ സെൻറ്റർ രംഗത്തുള്ള സ്നൈഡർ ഇലക്ട്രിക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ലോങ് റണ്ണിൽ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മളെ സംബന്ധിച്ച് ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വരാനുണ്ട്, സിമെൻറ്റ് ഡെസ്പാച്ച് ഫിഗേഴ്സ് വരാനുണ്ട്, അതുപോലെ തന്നെ ബാങ്കുകളുടെയും മറ്റ് പല കമ്പനികളുടെയും പെർഫോമൻസ് റിലേറ്റഡ് ഡാറ്റ വരാനുണ്ട്. അതിനനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻ്റ് അപ്പോൾ ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം ഈ ആഴ്ച എന്ന് പറയുന്നത് ഈ ക്വാർട്ടറിൻ്റെ രണ്ടാമത്തെ ക്വാർട്ടറിൻ്റെ ആദ്യത്തെ ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം എൻഡ് ആവുന്നതോടുകൂടി മാർക്കറ്റിലും വീണ്ടും ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കാണാനാണ് ചാൻസസ് കൂടുതൽ. കാരണം Q2 റിസൾട്ടുകൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. പ്രത്യേകിച്ച് ടെക്നോളജി കമ്പനികൾ, അതുപോലെ തന്നെ ഇൻഫ്രാ കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കാനാണ് ചാൻസ് കൂടുതൽ. ടെലികോം രംഗത്തായാലും വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് BSNLന് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തേജസ് നെറ്റ്വർക്ക്, ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക്സ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ റിലയൻസ് 1:1 ബോണസൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പോൾ ബോണസിന് ശേഷം 13,500 കോടി രൂപയാവും ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമാണ് ചെറിയൊരു റോഡ് ബ്ലോക്ക് ആയിട്ട് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലയൻസ് കറണ്ട് ലെവലിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് 100% അപ്രീസിയേഷൻ നൽകുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും 20-30% അപ്രീസിയേഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. സെപ്റ്റംബർ 5 അവർ ബോർഡ് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1:1 റേഷ്യോ വരുന്നത് നല്ലൊരു മൂവാണ്. അതോടൊപ്പം തന്നെ F&O എൻട്രി 80 സ്റ്റോക്കുകൾ F&Oയിലേക്ക് വരികയാണ് പുതുതായിട്ട്. അതിൽ ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ റെക്കമെൻഡ് സ്റ്റോക്കുകൾ തന്നെയാണ് ഈ 80 സ്റ്റോക്കുകളിലും ഒട്ടുമിക്കവാറും സ്റ്റോക്കുകളിലും. അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചെറിയ മുന്നേറ്റം കാണാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിലൊക്കെ മൂവ് ചെയ്യണം. ഞാൻ മുൻപ് പല പോഡ്കാസ്റ്റുകളിലും പറഞ്ഞ പോലെ
എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷനൊക്കെ നല്ല ഡിസിഷൻ ആയിരിക്കും. കാരണം മാർക്കറ്റ് വോളാറ്റിലിറ്റി താഴെ വരുമ്പോൾ നമുക്ക് റീ എൻട്രി നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് നീങ്ങുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ, നമ്മുടെ Q2 റിസൾട്ടുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയും സെൻസസും ഒക്കെ മാർച്ച് 2025 കൂടിയിട്ട് നിഫ്റ്റി 26,500 27,000 ലെവലിലേക്കും, അതുപോലെ തന്നെ സെൻസെക്സ് 86,700 88,400 ലെവലിലേക്കൊക്കെ ഉയരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. പോസിറ്റീവ് തിങ്കിങ് തന്നെയാണുള്ളത്. മറിച്ച് ഇതിനെയൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വലിയ രീതിയിൽ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന ഇവൻറ്റുകളൊക്കെ വലുതും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടാർഗറ്റുകളിലേക്കൊന്നും എത്തണമെന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വലിയ രീതിയിൽ വഷളാവാതിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഡൊമസ്റ്റിക്കായിട്ട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കുക, അതോടൊപ്പം തന്നെ ക്യാരി ട്രേഡ് വലിയ രീതിയിൽ അൺവൈൻഡ് ചെയ്ത് വീണ്ടും ഗ്ലോബൽ വൊളാറ്റിലിറ്റി വരാതിരിക്കുക. ഈ 3 കാര്യങ്ങളും മാറ്റിവെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് സിറ്റുവേഷനും കറൻറ്റ് കമ്പനികളുടെ പെർഫോമൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസും ഞാൻ നേരത്തെ പറഞ്ഞ ലെവലുകളിലേക്ക് മാർച്ചോടുകൂടി ഉയരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇത് എൻ്റെ ഒരു അനുമാനമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ഇവൻറ്റുകളൊക്കെ റീഡ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.